നമസ്കാരം. സന്ദീപ് വാര്യരുടെ ഒരു ദൃശ്യം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇച്ചിരി പഴയതാണ്. എന്നിരുന്നാലും ആ ദൃശ്യത്തിന് ഇപ്പോൾ വലിയ വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ മൂല്യമുണ്ട്. കേരളത്തിൽ കോൺഗ്രസ്സുകാരെ തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, എങ്ങനെ പുണ്യാളച്ചൻ മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ എന്തായിരുന്നു ഈ നാട്ടിലെ അവസ്ഥയെന്ന് ഇന്നിപ്പോ കോൺഗ്രസ്സുകാരനെ അഭിനയിക്കുന്ന സന്ദീപ് ജി വാര്യർ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുമല്ലോ. അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ചാണ്ടി സർക്കാർ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോ ഏതെങ്കിലും CPM-കാർ പറഞ്ഞാൽ അതെല്ലാം കള്ളമാണെന്ന് പറയുന്നിടത്ത് സന്ദീപ് ജി വാര്യർ പറഞ്ഞത് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. 18 മാസത്തെ ക്ഷേമ പെൻഷൻ അകുമാരി മുടക്കിയത് അല്ലേ? 18 മാസം ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പാവപ്പെട്ടവനെ ക്ഷേമ പെൻഷൻ 18 മാസം മുടക്കിയവരാണ്. ഈ ക്ഷേമ പെൻഷൻ വാങ്ങിയെടുക്കുന്നവരൊക്കെ വലിയ മുതലാളിമാരൊന്നുമല്ലല്ലോ. ഈ പൈസ കിട്ടിയിട്ട് വേണം പാവങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ. ഈ പൈസ കിട്ടിയിട്ട് വേണം പാവങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന പാവപ്പെട്ടവര് അല്ലെ, പാവപ്പെട്ട അമ്മമാർ, പാവപ്പെട്ട ഉമ്മമാർ, ഇവരൊക്കെ ഈ പൈസ കിട്ടിയാൽ മക്കളെ വിഷമിപ്പിക്കാതെ, മരുമക്കളോട് കടം ചോദിക്കാതെ ഒരു മാസത്തെ ഈ പെൻഷൻ കാശ് കൊണ്ട് പോയിട്ട് മരുന്ന് വാങ്ങാം, ഷുഗറിന്റെ ഗുളിക വാങ്ങാം, പ്രഷറിന്റെ ഗുളിക വാങ്ങാം എന്നൊക്കെ കരുതിയിരിക്കുന്നവരല്ലേ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, 18 മാസത്തെ ഗുളിക ഒന്നിച്ചു വിളിങ്ങിയാൽ മതിയോ? തട്ടിപ്പോവില്ലേ ആള്? 18 മാസത്തെ ഗുളിക ഒന്നിച്ചു വിളിങ്ങി. കേട്ടല്ലോ, 18 മാസത്തെ ക്ഷേമ പെൻഷൻ മുടക്കിയിരുന്നു എന്ന് ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരൻ കൂടിയായിട്ടുള്ള സന്ദീപ് ജി വാര്യർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? CPM-കാർ പറയുമ്പോൾ അയ്യോ അതൊക്കെ മറ്റേ കള്ളമാണെന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ സന്ദീപ് ജി വാര്യർ ഉൾപ്പെടെയുള്ളവർ ഈ നാട്ടിൽ മൈക്ക് കെട്ടി പറഞ്ഞിരുന്ന കാര്യമാണ്. അന്ന് കോൺഗ്രസിനെതിരെ മത്സരിക്കാൻ വേണ്ടി സന്ദീപ് ജി വാര്യർ സംഘപരിവാറിലായിരുന്നെങ്കിലും ഈ നാട്ടിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അന്ന് സന്ദീപ് ജി വാര്യറും നാട് നീളെ മൈക്ക് കെട്ടി പ്രസംഗിച്ചവരാണ്. ആ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് മരുന്ന് കഴിക്കാൻ വേണ്ടി 18 മാസത്തെ ഒരുമിച്ചുള്ള മരുന്ന് അത് ഒരുമിച്ച് വാരി വിഴുങ്ങണോ എന്ന് ചോദിച്ച അതേ സന്ദീപ് ജി വാര്യർ പിന്നീട് അദ്ദേഹത്തിന് താൻ നിൽക്കുന്നിടത്തേക്കാൾ കൂടുതൽ കള്ളന്മാരും കച്ചവട താല്പര്യവുമുള്ള ഇടം കോൺഗ്രസ് ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം തറവാട്ടിൽ നിന്ന് തന്റെ സ്റ്റെപ്പ് തറവാടിലേക്ക് അങ്ങ് മാറുകയായിരുന്നു. താൽക്കാലികമായിട്ട് അപ്പുറവും ഇപ്പുറവും എങ്ങനെ വേണം നിൽക്കാം. നമുക്ക് ഇവിടെ പ്രശ്നമാകുമ്പോൾ അപ്പുറത്ത് നിൽക്കാം, അപ്പുറത്ത് പ്രശ്നമാകുമ്പോൾ ഇപ്പുറത്തേക്ക് വരാം. അത് രണ്ടും നമ്മുടെ സ്വന്തം തറവാടായതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം കുറച്ചു കാലത്തേക്ക് അധികാരത്തിന് വേണ്ടി കോൺഗ്രസിലേക്ക് വരുന്നു. ഇന്നലകളിൽ എൻ്റെ പ്രധാന തറവാട്ടിൽ നിന്ന് എനിക്ക് അധികാര കേന്ദ്രങ്ങൾ തരാത്തപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മാറി അപ്പുറത്തേക്ക് പോയി. ബോത്ത് ആർ മാത്തമാറ്റിക്സ്. അപ്പോ സന്ദീപ് ജി വാര്യരുടെ ഈ പ്രതികരണം കേൾപ്പിച്ചത് എന്തായിരുന്നു? ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിൽ ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന സംവിധാനങ്ങൾ 18 മാസം മുടങ്ങിയിരുന്നു എന്ന് അന്നത്തെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സന്ദീപ് വാര്യർ പറയുമ്പോൾ നിങ്ങൾ കോൺഗ്രസ്സുകാരായിട്ടുള്ളവർക്ക് നേരം വെളുക്കുമോ ആ പ്രതികരണം കേട്ടിട്ടെന്ന് ചോദിക്കേണ്ടി വരികയാണ്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ 1 രൂപയുടെ ബാധ്യത വരുന്ന സർക്കാരിന്റെ തലയിലില്ല. കാര്യം ക്ഷേമ പെൻഷനൊന്നും ഒരു മാസം പോലും മുടക്കിയിട്ടില്ല. കൊടുക്കേണ്ടത് ഏപ്രിൽ മാസം വരെ കൊടുത്ത് കുടിശ്ശിക പോലും തീർത്തതിനു ശേഷം അന്തസ്സായിട്ടാണ് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോയത്. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ കുടിശ്ശികകൾ ഉണ്ട് എന്നുള്ള പ്രചരണം ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷേ ചാണ്ടിച്ചന്റെ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സന്ദീപ് ജി വാര്യർ വരെ അന്നത്തെ ക്ഷേമ പെൻഷൻ മുടക്കിയിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആ ദുരിതകാലത്തെക്കുറിച്ച് ഇന്ന് കുറച്ചെങ്കിലും ചിന്താശേഷിയുള്ളവർക്ക് ആലോചിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആ കാലമാണ് വേണ്ടതെങ്കിൽ, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് പിന്നീട് ഒന്നും പറയാനില്ല. പക്ഷേ വന്ന് സംഭവിച്ചു കഴിയുമ്പോൾ ഇന്ന് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷമൊക്കെ മങ്ങിയതിനു ശേഷം മോഹന വാഗ്ദാനങ്ങളുമായിട്ട് വരുമ്പോൾ അത് കേട്ട് നിങ്ങൾ പിന്നാലെ ഓടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ചതിപ്പെടുത്തുന്ന ഏതെങ്കിലും മാർക്കറ്റിംഗ് തട്ടിപ്പുകാർ അല്ലെങ്കിൽ പണം തട്ടിപ്പുകാരൊക്കെ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് പ്രലോഭനങ്ങളിൽ പെടുത്തുന്നത്. ആ പ്രലോഭനങ്ങളിൽ വീണാൽ കിട്ടുന്ന കഞ്ഞികൂടി കൂടി മുട്ടും എന്ന് സന്ദീപ് വാര്യരുടെ ആ വാക്കുകൾ കേട്ടിട്ട് ഒന്ന് ഓർത്താൽ നല്ലതായിരിക്കും.